ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മെയ് 15 ഇടവ രവി സംക്രമമാണ്. ഇപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ഇടവൻ രാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ബുധ ആദിത്യ യോഗം ഇടവൻ രാശിയിൽ വരുന്നു. അപ്പോൾ സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള മാറ്റവും ബുധാദിത്യ യോഗവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മെയ് 15 സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറിയത്. ഇപ്പോൾ ജൂൺ 14 വരെ ആ സൂര്യൻ ഇടവൻ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ച് ഇടവൻ രാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ബുധാദിത്യ യോഗം ഇടവൻ രാശിയിലുണ്ട്. പക്ഷേ ഇടവൻ രാശി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിത്രരാശിയല്ല. എങ്കിലും ആ ഇടവൻ രാശിയിലെ നക്ഷത്രങ്ങൾ, പ്രത്യേകിച്ച് കാർത്തിക, രോഹിണി, മകയിരം. കാർത്തിക എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ നക്ഷത്രത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയിലെ തുടക്കത്തിൽ. അത് കഴിഞ്ഞ് ചന്ദ്രൻ്റെ നക്ഷത്രത്തിലും ചൊവ്വയുടെ നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. പൊതുവെ ഫ്രണ്ട്ലി പ്ലാനറ്റ്സിൻ്റെ നക്ഷത്രങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇടവൻ രാശിയിലെ ശത്രുരാശിയാണെങ്കിലും അത് വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സൂര്യൻ സ്വന്തം നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ബലം കൂടും. ഒരു 24-25 വരെയൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതായത് കലപുരുഷൻ്റെ ധനസ്ഥാനത്താണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അത് നമ്മുടെ ജീവന ഉപാധികൾ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും. ഇപ്പോൾ ചിങ്ങൻ രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ ആ രാശിയുടെ കർമ്മസ്ഥാനത്തൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കർമ്മപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ധനാർജനത്തിന് വേണ്ടിയുള്ള കർമ്മപ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന സമയം എന്ന് പറയാം. നിലനിൽപ്പിനായിട്ടുള്ള അതിജീവനത്തിനുള്ള പൊരുതൽ ഈ സമയത്ത് ഉണ്ടാകും. സൂര്യൻ ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുമെന്ന് തന്നെ പറയാം. ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് സൂര്യൻ. അധികാരം, നേതൃഗുണം, അതുപോലെ ശരിതെറ്റുകൾ തിരിച്ചറിയാനുള്ള കഴിവ്, നല്ല ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയൊക്കെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ടൊക്കെ ഉണ്ടാകാം. അപ്പോൾ എങ്കിലും ഏത് ഗ്രഹവും ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറും. ഇപ്പോൾ സൂര്യ ഉച്ച രാശിയിൽ നിന്നാണ് ഇടവൻ രാശിയിലേക്ക് മാറിയത്. അപ്പോൾ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റുകൾ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും ബുധാദിത്യ യോഗവും എങ്ങനെ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയാണ് സൂര്യൻ്റെ രാശിമാറ്റം എന്ന് നോക്കാം. ഇപ്പോൾ ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്. ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് 15 അവരുടെ 6ാം ഭാവ രാശിയിലേക്കാണ് രാശി മാറുന്നത്. 6 ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. 6 ആ ബുധ ആദിത്യ യോഗം വരുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 6 വരിക എന്ന് പറയുമ്പോൾ തൊഴിൽ, അതുപോലെ ഈ കാമ്പറ്റിറ്റീവ് തലത്തിലുള്ള കാമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഒക്കെ ഇവയിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് രവി ബുധ യോഗമൊക്കെ 6ാം ഭാവ രാശിയിൽ വരുമ്പോൾ അത് 6ാം ഭാവം ഉപജയരാശിയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പം നമ്മുടെ വർക്കിൽ, നമ്മുടെ സേവനത്തിൽ, അതുപോലെ നമ്മുടെ വ്യവഹാരങ്ങളിൽ ഒക്കെ തന്നെ പ്രായോഗിക ബുദ്ധി നമുക്ക് ഈ സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിയും. അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബുദ്ധിശക്തി കൊണ്ട് എതിരാളികളെ കീഴടക്കാൻ കഴിയുന്ന സമയം എന്ന് പറയാം. ഇപ്പം മത്സര പരീക്ഷകളിലൊക്കെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസിന് ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6 വരുന്നത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ 9ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 10ലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലന്വേഷകർക്ക്, പ്രത്യേകിച്ച് ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. വർക്ക് ലൈഫൊക്കെ ശക്തമാകും. തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഏത് വർക്കിലായാലും അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും.
അതൊക്കെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി കിട്ടുന്നതിന് വഴിതെളിക്കും. അപ്പം അങ്ങനെ മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ കിട്ടുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവർക്കിടയിൽ ചിലപ്പോൾ അല്പ അസൂയൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ പൊതുവെ 6ാം ഭാവരാശിയിലൊക്കെ സൂര്യനൊക്കെ വരുമ്പോൾ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും. അതുപോലെ നമുക്ക് ഈ കടബാധ്യതയൊക്കെ ഉള്ളവർക്ക് ആ കടബാധ്യത കുറയ്ക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം ഉണ്ടാകും. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ടാകുന്ന സമയവും കൂടെയാണ്. അതേപോലെ നമുക്ക് പ്രത്യേകിച്ച് ഈ തൊഴിൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വളരെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ്. ഏത് ഉദ്യമങ്ങളിലും അവർക്ക് വിജയം സാധ്യമാകുന്ന സമയമാണ്. അതേസമയം ഈ 9ാം ഭാവാധിപൻ 6ൽ വരുമ്പോൾ നമ്മൾ ഗുരുക്കന്മാർ, പിതാവ്, അതുപോലെ മെൻറ്റേഴ്സ്, വെൽവിഷേഴ്സ് ഇവരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അല്പ ഡോമിനൻസ് അല്ലെങ്കിൽ ആധിപത്യം കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അനാദരവായിട്ട് അവരത് കാണും. അത് ഒഴിവാക്കണം. അതുകൊണ്ട് അഗ്രസീവായിട്ടുള്ള ഇൻ്ററാക്ഷൻ ഒഴിവാക്കി പോകാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഭാഗ്യഭാവാധിപൻ 6ൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഈ പ്രാരാബ്ധ കർമ്മങ്ങളിലൊക്കെ നമ്മുടെ ചുമതലകളൊക്കെ കറക്റ്റായിട്ട് നിർവഹിച്ചു പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. കഴിവതും തെറ്റായ പാതകൾ സഞ്ചരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി നെഗറ്റീവ് എനർജി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നെഗറ്റീവ് എനർജിക്ക് വഴിതെളിക്കും. നമ്മൾ ഈ തെറ്റായ പാതയിലൊക്കെ നമ്മൾ പോകാൻ ഒക്കെ ഉള്ള ഒരു ശ്രമം, അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുക്കണം. അതുപോലെ തന്നെ ഈ സൂര്യൻ 6ലായതുകൊണ്ട് അല്പം അഗ്രസീവ് ആകാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പം നമുക്ക് അച്ചടക്ക ആവശ്യമായിട്ടുള്ളൊരു സമയം കൂടെ ആണ്. ഏത് കാര്യത്തിലും അച്ചടക്കത്തോടുള്ള ഒരു സമീപനം ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ വർക്കിലൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനോ അല്ലെങ്കിൽ വർക്കിലൊക്കെ നമുക്ക് ഇൻക്രിമെൻറ്റിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ്. നമ്മൾ തൊഴിലിടത്തൊക്കെ ഉത്തരവാദിത്വമൊക്കെ കൂടും. അതൊക്കെ നല്ല തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ 25 വരെയൊക്കെ സൂര്യൻ സ്വന്തം നക്ഷത്രത്തിലൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് പ്രവർത്തനങ്ങളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. 25 മുതൽ സൂര്യൻ അഷ്ടമഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ അല്പയാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം, ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ പാരൻസിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുമൊക്കെ ഹിഡൻ ശത്രുക്കളുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സംസാരത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് തൊഴിലിടത്തായാലും വ്യക്തിബന്ധങ്ങളിലായാലും ഗുരുക്കന്മാരോടുള്ള നമ്മുടെ ബന്ധങ്ങളിലായാലും അവയ്ക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ അതൊക്കെ കോവർക്കേഴ്സുമായിട്ടുള്ള സഹകരണത്തിനൊക്കെ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. 6 നിൽക്കുന്ന സൂര്യൻ 12ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് അല്പം ചിലവ് കൂടുന്ന സ്ഥിതിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ വർക്ക് ലോഡൊക്കെ ചിലപ്പോൾ കൂടാനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് അല്പം സ്ലീപ്പിംഗ് പ്രോബ്ലമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്നൊക്കെ വരാം. അപ്പം നല്ല പ്രവർത്തനങ്ങളിലൂടെ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ നല്ല കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകുന്നവർക്ക് നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലും ധ്യാനത്തിലും അതുപോലെ നമ്മുടെ ശാരീരികമായ ഫിസിക്കൽ എക്സസൈസിലുമൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്ത് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടു പോകുന്നവർക്ക് ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും വികാസം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇപ്പോൾ മകരക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവരാണ്. ഇപ്പം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ അഷ്ടമഭാവാധിപനാണ്. അപ്പോൾ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് 15 അവരുടെ 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അത് ജൂൺ 14 വരെ ആ സൂര്യൻ 5ലായിരിക്കും സ്ഥിതി. 5ൽ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ബുധനും രവിയും ആ ബുധാദിത്യ യോഗം 5ൽ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്റ്റൊമക്കിൽ അല്പം ശ്രദ്ധിക്കണം. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അഷ്ടമഭാവാധിപൻ മാത്രമല്ല ഈ ബുധനും
6-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 6ഉം 8ഉം ഭാവാധിപനാണ് 5-ൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ തന്നെ നമ്മൾ ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ അല്പം ആലസ്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ കമിതാക്കൾക്കും ചില പ്രയാസങ്ങൾ ഈ 5-ലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടായെന്ന് വരാം. നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ കൂടുതൽ വൈകാരികമായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ 5-ാം ഭാവം സന്താന സ്ഥാനവും കൂടിയാണ്. അപ്പോൾ 8ഉം 6ഉം ഭാവാധിപന്മാർ 5-ൽ വരിക എന്ന് പറയുമ്പോൾ അത് സന്താനങ്ങളുടെ ആക്ടിവിറ്റിയിൽ ശ്രദ്ധ കൊടുക്കേണ്ടതിനെയാണ് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം. അവരുടെ പ്രവർത്തികളിലൊക്കെ തന്നെ നമ്മൾ വാച്ച് ചെയ്യണം. അത് നമ്മുടെ റെപ്യൂട്ടേഷന് നെഗറ്റീവായിട്ട് ബാധിക്കത്തക്ക പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവരെ നിരീക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ പിതാവുമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാകാതെ നോക്കണം. നമ്മുടെ സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ അതേസമയം സ്പെക്കുലേറ്റീവ് തലത്തിലും ഒക്കെ നമുക്ക് ചില സഡൻ ഗെയിനൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പം മുൻകാല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് സഡൻ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ നമ്മൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പങ്കാളിയുടെ കുടുംബം വഴി എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിത നേട്ടം അവർക്കുണ്ടായെന്ന് വരാം. അതേസമയം ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ നമുക്ക് സഡനായിട്ടുള്ള മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണം. ഇല്ലെങ്കിൽ അത് നഷ്ടത്തിനൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേസമയം നമ്മൾ ഈ സൂര്യൻ 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ബുധനും 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ സർക്കാർ വഴി എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട്. അതേസമയം നമ്മുടെ അധികാരം, നമ്മുടെ ആ ചുമതലകൾ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാത്വിക ചിന്ത കൂടുന്നത് നല്ലതാണ്, അത് ഗുണം ചെയ്യും. ഇപ്പോൾ സൂര്യൻ 8-ാം ഭാവാധിപനായതുകൊണ്ട് അല്പശുഭത്വം കുറയും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ക്രിയേറ്റീവ് തലത്തിലും ഇൻ്റലിജൻസ് തലത്തിലും സ്പെക്കുലേറ്റീവ് തലത്തിലും റൊമാൻസ് തലത്തിലും ഒക്കെ തന്നെ, അതുപോലെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നിടത്തുമൊക്കെ തന്നെ, അതുപോലെ സന്താനങ്ങളുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമാണ്. ഗവേഷണത്തിനൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. അപ്പം സൂര്യൻ്റെ രാശിമാറ്റം നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും വഴിതെളിക്കാവുന്ന ഒരു സമയം എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതും ബുധാദിത്യ യോഗം ഇടവൻ രാശിയിൽ വരുന്നതും എങ്ങനെയായിരിക്കും അവരെ സ്വാധീനിക്കുന്നത് നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ 7-ാം ഭാവാധിപനാണ്. 7-ാം ഭാവാധിപനായിട്ട് സൂര്യൻ മെയ് 15-ന് 4-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ സൂര്യൻ 4-ാം ഭാവരാശിയിലുണ്ടാകും. ബുധനും 4-ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 5ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4-ലുണ്ട്. ബുധനും സൂര്യനുമായിട്ടുള്ള ബുധാദിത്യ യോഗം 4-ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. അപ്പം പൊതുവേ നമുക്ക് കുടുംബ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൊടുക്കുന്ന സമയമായിരിക്കും. ദൂരെ താമസിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പം ഈ 4-ലൊക്കെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ യോഗം വരുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ കുടുംബ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൽ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സമയത്ത് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ ഈ ജീവിത പങ്കാളിയുടെയൊക്കെ ഡോമിനൻസ് ചിലപ്പോൾ കൂടാനും സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ അതേപോലെ ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ
ഈ ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രങ്ങൾ ഒക്കെ ഇവയൊക്കെ അഭ്യസിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് ഈ മേഖലകളൊക്കെ സന്തോഷകരമാകുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. എങ്കിലും മാനസികമായിട്ട് ഒരു ചെറിയ ടെൻഷനൊക്കെ ഈ സമയത്ത് വരാം. 4 ആ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 7ാം ഭാവാധിപൻ 4 വരിക എന്ന് പറയുമ്പോൾ വിവാഹ ബന്ധം വഴി അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴി നമുക്ക് നമ്മുടെ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴി നമുക്ക് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഈ വാഹനങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്ക് വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുകൂലമായ സമയമാണ്. ഇപ്പോൾ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗെയിൻ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സൂര്യൻ 4 നിന്നുകൊണ്ട് 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൊഴിലിൽ നമുക്ക് ഊർജ്ജസ്വലത കൂടുന്ന സമയം എന്ന് പറയാം. അപ്പോൾ സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലിടത്ത് നമുക്ക് ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4 വരുന്നത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല എങ്കിലും കുടുംബ കാര്യങ്ങളിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യണം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അത് തുറന്ന് ചർച്ച ചെയ്യുക. അത് നമുക്ക് കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാകും. അതുപോലെ തൊഴിലിടത്ത് കോവർക്കേഴ്സുമായിട്ടൊക്കെ നമ്മൾ സൗഹാർദ്ദ അന്തരീക്ഷമൊക്കെ നിലനിർത്താനൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് കഴിയണം. സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് 10 സൂര്യൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും. കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഇപ്പോൾ 3 സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ വർക്കിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആകും. നമ്മളിപ്പോൾ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ തന്നെ അതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും അതിൽ വിജയം കൈവരിക്കാനൊക്കെ അനുകൂല സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കുന്നതിനും അനുകൂല സമയം എന്ന് തന്നെ പറയാം. വിദേശയാത്രകൾക്കും അനുകൂലമാണ്. ഇപ്പോൾ സൂര്യനും ബുധനും ഒക്കെ 10 ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തൊഴിലിടത്തൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് ഇമ്പ്രസീവ് ആക്കാൻ കഴിയും. അതുവഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. ഇപ്പോൾ അധികാരമൊക്കെ കൂടുമെങ്കിലും നമ്മൾ 4 ആ സൂര്യൻ്റെ സ്ഥിതി വരുമ്പോൾ മാനസികമായിട്ട് നമ്മൾ ഈ കുടുംബ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടുള്ള ആ ഒരു ചർച്ചകളിലൊക്കെ ഒരു കെയർ വേണം. അവിടെ മാത്രം ഒന്ന് ശ്രദ്ധ കൊടുത്തു പോവുക. കർമ്മസംബന്ധമായിട്ടുള്ള ഗുണാനുഭവം ഉണ്ടാവും. ഇനി മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതും ബുധാദിത്യ യോഗം ഇടവൻ രാശിയിൽ വരുന്നതും ഏത് രീതിയിലായിരിക്കും സ്വാധീനം എന്ന് നോക്കാം. ഇപ്പോൾ മീനക്കൂറുകാരെന്ന് പറയുമ്പം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. ഇപ്പം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും 6ാം ഭാവാധിപനാണ് സൂര്യൻ. മെയ് 15 ആ സൂര്യൻ 3ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 3 സ്ഥിതി ഉണ്ടാകും. അവിടെ പ്രത്യേകിച്ച് 4ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 3 സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുധനും സൂര്യനുമായിട്ടുള്ള ബുധാദിത്യ യോഗം 3ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 6ാം ഭാവാധിപൻ 3 വരിക എന്ന് പറയുമ്പോൾ നമ്മൾ 25 വരെയൊക്കെ സൂര്യൻ്റെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ വർക്കിലൊക്കെ ആക്റ്റീവാകും. ധൈര്യവും വീര്യവും ഒക്കെ കൂടും. ശത്രുക്കളെ നേരിടാനുള്ള ഒരു കഴിവൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. ഏതു പ്രതിബന്ധങ്ങളെയും എന്ത് തടസ്സങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് സൂര്യൻ്റെ 3 സ്ഥിതി കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ നല്ല ആശയങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയവും കൂടെ ആണ്. അവ നമ്മൾ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ആ 3 സൂര്യൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകും. അതുപോലെ ഈ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പഠനത്തിലും ഫോക്കസ് കൂടും. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ തലത്തിൽ നമുക്ക് അഡ്വൈസറി തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയം എന്ന് തന്നെ പറയാം. സൂര്യൻ 6ാം ഭാവാധിപനായതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് 3 വരുമ്പോൾ ഈ 3ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ENT റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ
അതിൽ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് എന്നിവിടെ മനസ്സിലാക്കുക. അതേസമയം നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിൽ അഷ്ടമഭാവാധിപത്യം കൂടെ സൂര്യൻ ഈ ബുധനുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് സഹോദരങ്ങളോട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അപ്പോൾ ശത്രുതാ മനോഭാവമൊക്കെ ഒഴിവാക്കണം. അതുപോലെ അവർക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ ഇവിടെ വരുന്നത് കൊണ്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ അല്പം മുൻകോപമൊക്കെ കൂടും. ഈഗോ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ്, നമ്മുടെ അയൽവക്കക്കാർ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സഹകരണം ചിലപ്പം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അനാവശ്യ വാക്കുകൾ ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ വർക്കിൽ ഇടപെടുന്നതും ദോഷം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അല്പം അമിത അധ്വാനമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതുപോലെ തന്നെ സൂര്യൻ 9ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈൻ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ അനുകൂലം. നമ്മുടെ ഈശ്വരനോടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥന അതൊക്കെ ഗുണം ചെയ്യും. അതേസമയം നമുക്ക് ഈ മറ്റുള്ളവരോട് വ്യക്തികളോടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നത് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ തന്നെ നിർജീവമാക്കാൻ കഴിയുന്ന സമയമാണ്. അതേസമയം 3 സൂര്യനും ബുധനും ഒക്കെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്പം ഷാർപ്പാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മീഡിയ പ്രവർത്തകർ, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, TV-യിൽ പ്രവർത്തിക്കുന്നവർ, അപ്പോൾ അവരെല്ലാം തന്നെ, അതുപോലെ എഴുത്തുകാർ, പ്രസംഗകർ, ഇവരൊക്കെ തന്നെ അവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. എങ്കിലും അവരുടെ ചില അഭിപ്രായങ്ങൾ ചിലപ്പോൾ വിവാദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയുള്ള പ്രസ്താവനകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. 3ാം ഭാവം കർമ്മഭാവത്തിൻ്റെ പ്രത്യേകിച്ച് 6ാം ഭാവമായതുകൊണ്ട് ഹാർഡ് വർക്കൊക്കെ ഈ സമയത്തുണ്ടാകും. തൊഴിലിലൊക്കെ ആക്റ്റീവ് ആകും. എങ്കിലും നമ്മൾ തൊഴിലിടത്തൊക്കെ ശത്രുക്കളുടെയൊക്കെ സാന്നിധ്യം കുറയാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. നമ്മുടെ അധ്വാനം, നമ്മുടെ കഴിവ്, അതിൻ്റെയൊക്കെ ഗുണാനുഭവം നമുക്ക് ഉണ്ടാകും. അതൊക്കെ നമ്മൾ മേലുദ്യോഗസ്ഥരെയൊക്കെ ഇമ്പ്രസ് ചെയ്യുവാൻ കഴിയുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.